എന്റെ സച്ചേട്ടനില്ലെങ്കിൽ പിന്നെ ഞാനുമില്ല. ഒരു ദുരന്തം വിതച്ചിട്ട് വേണമെങ്കിൽ സമൃദ്ധിക്ക് ഇറങ്ങിപ്പോവാം. അങ്ങനെ പോയാൽ സമൃദ്ധിക്ക് സച്ചിയുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല രാജീവ്. പക്ഷെ എന്ത് സംഭവിച്ചാലും എനിക്കിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ മാത്രമേ പറ്റൂ. എന്റെ സച്ചേട്ടന്റെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ നേരിട്ട് കണ്ടപ്പോ എന്റെ ഹൃദയം നുറുങ്ങിപ്പോവാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സച്ചേട്ടനെ ഇനിയും ദ്രോഹിക്കാൻ എനിക്ക് വയ്യ. സച്ചിയെ ദ്രോഹിക്കണമെന്നോ അർച്ചന തിരിച്ചു പോണ്ടെന്നോ ആരും പറയുന്നില്ല. പക്ഷേ അതിനൊരു സാവകാശം ഗോകുലിന് കൊടുത്തേ പറ്റൂ. ഇത് ഞാൻ മുമ്പും സമൃദ്ധയോട് പറഞ്ഞതാണ്. സത്യത്തിൽ ഗോകുൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണുള്ളതെന്ന് ഭാര്യയായിട്ട് ജീവിക്കുന്ന സമൃദ്ധയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. അയാൾക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നു, മാനസിക നില നേരെ നിൽക്കുന്നില്ല, അതിനുവേണ്ടി തെറാപ്പി ചെയ്യുന്നു. സമൃദ്ധയുടെയും മോളുടെയും മുന്നിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഗോകുൽ തകർന്നുകൊണ്ടിരിക്കുക. കോടതിയിലും കേസിലും ഒന്നും ശ്രദ്ധിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സമൃദ്ധ എന്നല്ല, ആരെയൊന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം സമൃദ്ധയെ ഗോകുൽ സംരക്ഷിച്ചു. എന്നിട്ടും ഗോകുൽ ആഗ്രഹിച്ചതുപോലെ സമൃദ്ധ അയാളുടെ ഭാര്യയായില്ല. അതിലയാൾക്ക് കടുത്ത നിരാശയുണ്ട്. സമൃദ്ധയൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മാന്യതയോടെയാണ് ഈ 10 വർഷം അയാൾ സമൃദ്ധയോട് പെരുമാറിയത്. ഒരിക്കലെങ്കിലും മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഗോകുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം സച്ചി സമൃദ്ധയുടെ ഓർമ്മയിൽ ജീവിച്ചപ്പോ ഗോകുൽ സമൃദ്ധയോടൊപ്പം ജീവിച്ചു. ഇതിൽ ആരുടെ ദുഃഖമാണ് വലുത്? എനിക്കറിയില്ല രാജീവ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ. പക്ഷേ അവന്തികയെ പൂട്ടണം. അല്ലാതെ സച്ചിയുടെ കൂടെ ജീവിക്കാൻ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? സമൃദ്ധ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. അവന്തികയെ പൂട്ടാൻ കാത്തിരിക്കുന്ന 2 പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമൃദ്ധ പറഞ്ഞില്ലേ അവന്തികയുടെ അമ്മാവിന്റെ ബന്ധുക്കളുടെ കാര്യം? അവരെ ഞാൻ കണ്ടുപിടിച്ചു. അവന്തിയെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ അവര് നമ്മളെ കൂടെ നിൽക്കും. അതുവരെ സച്ചിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അതിനിടയിൽ ഗോകുലിനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് മാത്രമേ സമൃദ്ധ ഇവിടുന്ന് പോകാവൂ. എങ്കിലേ സമൃദ്ധയ്ക്ക് സച്ചിയോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു സഹോദരന്റെ സ്ഥാനത്തുനിന്ന് പറയുകയാണ്. സച്ചിയുടെയും ഗോകുലിന്റെയും ജീവിതം തകരാതെ സംരക്ഷിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. സമൃദ്ധ എനിക്ക് വാക്കേറണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം.